നമസ്കാരം. നമ്മൾ നക്ഷത്രങ്ങളുടെ ദോഷപരിഹാരം ചോതി വരെയാണ് പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇനി വിശാഖ നക്ഷത്രമാണ്. നിങ്ങൾ വിശാഖ നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ആദ്യം ചെയ്യേണ്ട മുരുകൻ്റെ അനുഗ്രഹം വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ മുരുകൻ്റെ അഷ്ടോത്തര ശതനാമാവലി ദിവസവും രാവിലെ ചൊല്ലുക. ഒരു ചൊവ്വാഴ്ച മുതൽ ദിവസവും രാവിലെ കുളിച്ച് ചൊല്ലുക. രാവിലെ പറ്റിയില്ലെങ്കിൽ മാത്രം വൈകുന്നേരം ചൊല്ലുക. അപ്പോൾ കുലദേവതമാരെ നന്നായിട്ട് പ്രാർത്ഥിച്ച് ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് വേണം ഈ ചൊല്ലുവാനായിട്ട്. ഇത് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. നിങ്ങളുടെ ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനും മാറ്റുവാനുള്ളൊരു ശക്തി ഇതിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങൾ മാറാനും എല്ലാം എല്ലാവിധ പ്രശ്നങ്ങളും തരണം ചെയ്യാനുള്ള ശക്തി ഇതിൽ നിന്ന് ലഭിക്കും. സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി ഗൂഗിളിൽ നമ്മുടെ നെറ്റിലും യൂട്യൂബിലൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ അത് ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. അതുപോലെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, വ്യാഴാഴ്ചകളിൽ മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കും. മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തി നെയ്വിളക്ക് തെളിച്ച് ക്ഷേത്രത്തിലിരുന്ന് ഓം ശ്രീ മഹാലക്ഷ്മിയെ നമ എന്ന പ്രാർത്ഥന നന്നായിട്ട് ചൊല്ലുക. അത് കഴിഞ്ഞിട്ട് ഓം നമോ നാരായണ എന്ന പ്രാർത്ഥനയും കഴിയുന്നതും ഭക്തിപൂർവ്വം ചൊല്ലുക. ഇത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അപ്പോൾ നിങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നിങ്ങൾ ഒരു വ്രതം അനുഷ്ഠിക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ്. ഷഷ്ടി വ്രതം അനുഷ്ഠിച്ച് പോരുകയാണെങ്കിൽ അതൊരുപാട് ഗുണം ചെയ്യും. നിങ്ങൾ വിചാരിക്കുന്നതിലധികം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വർഷത്തിലൊരിക്കൽ വ്രതം അനുഷ്ഠിച്ചാൽ മതിയെങ്കിൽ നിങ്ങൾ ഇടവമാസത്തിലെ വിശാഖ നക്ഷത്രം വരുന്ന വൈശാഖ വ്രതം അനുഷ്ഠിക്കുക. അത് ഇടവമാസത്തിൽ മാത്രം അനുഷ്ഠിച്ചാൽ മതി. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷങ്ങളും സമൃദ്ധികളും കൊണ്ടുവരാനായിട്ട് വളരെ നല്ലതാണ്. അപ്പോൾ മുരുകൻ്റെ അനുഗ്രഹം രാവിലെ ചൊല്ലേണ്ട ആ സുബ്രഹ്മണ്യ അഷ്ടോത്തര ശതനാമാവലി, അതിന് കുറച്ച് പ്രാധാന്യം കൊടുക്കുക. അത് നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും. അത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യാനുള്ളൊരു മനക്കരുത്തും ഒരു സാഹചര്യങ്ങളും ഉണ്ടാക്കിത്തരും. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യം വരും, ഒരു പോസിറ്റീവ് വരും. അത് നിങ്ങൾ ചൊല്ലി തന്നെ അത് മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും ഇതുപോലെ പറഞ്ഞറിയിക്കേണ്ടതല്ല. അതിൻ്റെ ഫലങ്ങളും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതല്ല. അപ്പോൾ നിങ്ങളിത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ അതെനിക്കൊരു സഹായം ആയിരിക്കും.